ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഹൈ ലെവൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്, നമുക്ക് ലോ ലെവൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ദീസ് ആർ ഓഫ് ലെസ്സർ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ലെവൽ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് 3 എണ്ണം ഉള്ളത്: റീപ്രൊഡക്ഷനും, ക്രോസ് ഓവറും, മ്യൂട്ടേഷനും. അതിൽ റീപ്രൊഡക്ഷൻ എല്ലാ ടൈപ്സും ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ്ലി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ക്രോസ് ഓവർ എന്ന് പറയുന്ന ഹൈ ലെവൽ ഓപ്പറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജനറ്റിക് അൽഗോരിതത്തിൽ ഈ 3 ഫേസിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. റീപ്രൊഡക്ഷൻ ഫേസ് അല്ലെങ്കിൽ സെലക്ഷൻ ഫേസിൽ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഗുഡ് ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നുള്ളൂ ആൻഡ് ദേ ആർ ബീങ് സെൻറ്റ് ടു ദ മേറ്റിംഗ് പൂൾ. പക്ഷെ അവിടെ ഒരു റീകോമ്പിനേഷനോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഏത് ജനറ്റിക് അൽഗോരിതത്തിൻ്റെ ഏത് ഫേസിലാണ് നമ്മുടെ പുതിയ പോപ്പുലേഷനിൽ ഇൻഡിവിജ്വൽസ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് ദ ക്രോസ് ഓവർ ഫേസ്. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റീപ്രൊഡക്ഷൻ ഫേസിൽ ജസ്റ്റ് സെലക്ഷൻ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ റീപ്രൊഡക്ഷൻ ഓപ്പറേറ്ററിനെ സെലക്ഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കാനും കാരണം. അതുപോലെ തന്നെ ക്രോസ് ഓവറിൻ്റെ സ്റ്റേജിലാണ് നമ്മൾ ഈ ക്രോസ് ഓവർ ഓപ്പറേറ്റർ മേറ്റിംഗ് പൂളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വി ആർ പ്രൊഡ്യൂസിങ് ദ ഓഫ് സ്പ്രിങ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് നമ്മൾ ബൈനറി എൻകോഡഡ് ആണ് ജനറ്റിക് അൽഗോരിതം ക്രോമസോംസ് എന്ന് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ആ ഒരു കോഡിങ് നടന്ന നമ്മുടെ എൻകോഡഡ് സ്ട്രിങ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ദിസ് ഈസ് ബീങ് ഓൾസോ നോൺ ആസ് ദ റീകോമ്പിനേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ എക്സാമിന് ഏത് ടേമാണ് ചോദിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. റീകോമ്പിനേഷൻ ഓപ്പറേറ്റർ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് എന്താണ്, ക്രോസ് സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ആ ക്രോസ് സൈറ്റിൻ്റെ അപ്പുറത്തേക്കുള്ള പൊസിഷൻ വാല്യൂസിനെ സ്വാപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവാൻ നമുക്ക് അതിൻ്റെ ടൈപ്സും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ടൈപ്സ് ഓഫ് ക്രോസ് ഓവർ നമുക്ക് സിംഗിൾ സൈറ്റ് ക്രോസ് ഓവർ ഉണ്ട്, 2 point ക്രോസ് ഓവർ, മൾട്ടി പോയിൻറ്റ് ക്രോസ് ഓവർ, യൂണിഫോം ക്രോസ് ഓവർ ആൻഡ് മെട്രിക്സ് ക്രോസ് ഓവർ. അതിൽ ഈ ഫസ്റ്റ് 4 1 ഡയമെൻഷനിലാണ്. ഈ മെട്രിക്സ് ക്രോസ് ഓവർ മാത്രമാണ് 2 ഡയമെൻഷനൽ. ഈ സിംഗിൾ സൈറ്റ് ക്രോസ് ഓവറൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളൊരു സിംഗിൾ ക്രോസ് സൈറ്റ് എടുക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ക്രോസ് സൈറ്റിന് ശേഷം വരുന്ന സ്ട്രിങ്സിനെ ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. സോ ജസ്റ്റ് സീ ദിസ് എക്സാമ്പിൾ. നമ്മുടെ സിംഗിൾ സൈറ്റ് ക്രോസ് ഓവറാണ് പറയുന്നത്. സോ പാരൻറ്റ് 1 എന്ന് പറയുന്നത് ഐ എം ടേക്കിംഗ് ആസ് 101101101 ആൻഡ് മൈ പാരൻറ്റ് 2 is 011000110 അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ക്രോസ് സൈറ്റ്. അപ്പോൾ GAയിൽ എപ്പോഴും ഓർക്കേണ്ടൊരു കാര്യം, whenever you are writing the child 1 you look at the parent 1 and whenever you are writing the child 2 you look at the parent 2. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ചൈൽഡ് 1 കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് പാരൻറ്റ് 1 നിന്നും കുറച്ച് പാരൻറ്റ് 2 നിന്നും, സിമിലർലി ചൈൽഡ് 2 കൂടുതൽ ഫീച്ചേഴ്സ് പാരൻറ്റ് 2 നിന്നും കുറച്ച് പാരൻറ്റ് 1 ആണ് അസംഷൻ. സോ ചൈൽഡ് 1 എഴുതാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പാരൻറ്റ് 1 നോക്കി എന്ത് ചെയ്യും, അങ്ങനെ തന്നെ എഴുതും 10110. പക്ഷേ 0 കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ക്രോസ് സൈറ്റ് എത്തിയില്ലേ. അപ്പോൾ ക്രോസ് സൈറ്റ് എത്തിയോണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് it switches off to get swapped with the parent 2 bits. അപ്പോൾ നമ്മൾ കണ്ടോളൂ, പാരൻറ്റ് 1ൻ്റെ 1101 മാറി ഇവിടെ എന്തായി 0110 എന്ന് പറഞ്ഞ് ഈ ബിറ്റ് ഇങ്ങോട്ടേക്ക് വന്നു. സിമിലർലി പാരൻറ്റ് 2 നമ്മൾ ചൈൽഡ് 2 എഴുതി ഇവിടെ എത്തിയപ്പോൾ ക്രോസ് സൈറ്റ് ആയതുകൊണ്ട് വി ഗോ ടു പാരൻറ്റ് 1. സോ 1101 ഇവിടെ വന്നു. ഓക്കെ, സോ നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഈ സൈറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ചിൽഡ്രൻ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ജനറ്റിക് അൽഗോരിതത്തിൻ്റെ ഏറ്റവും വലിയ അസംഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ദാറ്റ് യുവർ ന്യൂ ജനറേഷൻ ഇസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ബെറ്റർ ഇൻഡിവിജ്വൽസ്. ഇനി നമ്മൾ സിംഗിൾ സൈറ്റാണ് പറഞ്ഞത്. 2 point ക്രോസ് ഓവർ സെയിം ആപ്ലിക്കേഷൻ തന്നെ. നമുക്ക് 2 പാരൻസ് ഉണ്ടെങ്കിൽ ഹിയർ വിൽ ബി ടേക്കിംഗ് 2 ക്രോസ് സൈറ്റ്സ് and whatever is the number of bits between the 2 cross sites they are interchanged. So ഞാൻ ചൈൽഡ് 1 എഴുതുമ്പോൾ എന്ത് ചെയ്യണം, പാരൻറ്റ് 1ൻ്റെ ബിറ്റ്സ് എഴുതി ഇവിടെ എത്തിയപ്പോൾ ക്രോസ് സൈറ്റ് ആയി. ക്രോസ് സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോയി
ഇങ്ങനെ എഴുതി തുടങ്ങി വീണ്ടും എത്തിയപ്പോൾ ക്രോസ് സൈറ്റ് ആയി. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് പോകും, പാരൻ 1ലേക്ക് പോകും. ഓക്കെ. സിമിലർലി പാരൻ 2 ചൈൽഡ് 2 എഴുതുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ക്രോസ് സൈറ്റ് എത്തിയപ്പോൾ അങ്ങോട്ട് പോയി, ഇതിങ്ങനെ എഴുതി, വീണ്ടും ക്രോസ് സൈറ്റ്, അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പം അങ്ങനെയാണ് ഈ ബിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കോമ്പിനേഷൻസ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ദിസ് ഓപ്പറേറ്റർ ഇസ് നോൺ ആസ് ദ റീകോമ്പിനേഷൻ ഓപ്പറേറ്റർ. ഇനിയിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാം സിംഗിൾ സൈറ്റ് 2 പോയിൻ്റ് അല്ലേ, സിംഗിൾ സൈറ്റ് കാണിച്ചു, 2 സൈറ്റ് കാണിച്ചു. ഇതിങ്ങനെ നമ്പർ കൂട്ടി കൊണ്ടുപോകാൻ എളുപ്പമാണോ? അല്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടി പോയിൻ്റ് ക്രോസ് ഓവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തുടങ്ങുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ മൾട്ടി പോയിൻ്റ് ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിലുണ്ടാവാം. ഒന്ന് ഈവൺ നമ്പർ ഓഫ് ക്രോസ് സൈറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് രണ്ടും 2 രീതിയിലാണ് ഡീൽ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഈവൺ നമ്പർ ഓഫ് ക്രോസ് സൈറ്റ്സ് നോക്കാം. ഈവൺ നമ്പർ ഓഫ് ക്രോസ് സൈറ്റ്സിൽ നമ്മളെപ്പോഴും പാരൻസിനെ കൺസിഡർ ചെയ്യുന്നത് എ സ്ട്രിങ് വിത്ത് നോ എൻഡ് ഓർ ബിഗിനിങ് എന്നാണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ എ സർക്കിൾ, ഒരു പ്യുവർലി ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ സർക്കുലർ റെപ്രസെൻറ്റേഷന് ശേഷം നമ്മൾ ഈവൺ നമ്പർ ആണല്ലോ, അതിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മളായിട്ട് തന്നെ 4 ക്രോസ് സൈറ്റ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. വൺസ് യു ഡു ദാറ്റ്, യു ആർ ഗോയിങ് ടു ചേഞ്ച് യുവർ ചൈൽഡ് 1 ആൻഡ് ചൈൽഡ് 2. അപ്പോൾ അഗെയിൻ ചൈൽഡ് 1 നോക്കിക്കോളൂ, പാരൻ 1ൻ്റെയും പാരൻ 2ൻ്റെയും ഓരോ ക്രോസ് സൈറ്റ് കഴിഞ്ഞാൽ, ഞാനത് കാണിക്കാൻ വേണ്ടി റെഡ് ആൻഡ് ബ്ലാക്ക് കാണിച്ചിട്ടുണ്ട്, കളറ് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. സോ ചൈൽഡ് 1ൻ്റെ കേസിൽ ഇവിടെയുമാണ് റെഡ്, ചൈൽഡ് 2ൻ്റെ കേസിൽ ഇവിടെയുമാണ് റെഡ്, മറ്റേത് ഇത് ബ്ലാക്ക് ആണ്. ഓക്കെ. ദിസ് ഇസ് ഫ്രം parent 2 because your parent 2 is in black color and your parent 1 is in red color. Okay. അപ്പോൾ പ്രോപ്പർലി ഡിവൈഡ് ചെയ്യുന്നതെന്ന് മാത്രം ഈവൺ നമ്പർ ഓഫ് ക്രോസ് സൈറ്റ്സ് ആണെങ്കിൽ. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ക്രോസ് സൈറ്റ്സ് വരുന്ന കേസിൽ, if this is your parent 2 and this is your parent 1 and these are the cross sides, so my child 1 will be a portion of parent 1, cross side vannu, so exchange ചെയ്ത് വീണ്ടും portion of parent 1 cross side vannu, വീണ്ടും parent 1 cross side vannu. Similarly child 2 എടുക്കുമ്പോൾ parent 2 എന്ന് സ്റ്റാർട്ട് ചെയ്തു, cross side വന്നുകൊണ്ട് parent 1, cross side വന്നുകൊണ്ട് parent 2, ഇങ്ങനെ വന്നുകൊണ്ട് parent 1. ഓക്കെ. സോ ബേസിക്കലി ഓഡ് നമ്പർ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇറ്റ് വിൽ ബി ദ ഡിവിഷൻ വിൽ ബി ബേസ്ഡ് ഓൺ എന്താ പറയുക, അത് ഈക്വലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും അതിന് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, സ്ട്രൈറ്റ് പ്ലെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും. ഇനി നമ്മൾ സിംഗിൾ സൈറ്റും 2 പോയിൻറ്റും മൾട്ടി പോയിൻറ്റിൽ തന്നെ ഓഡ് നമ്പർ ഈവൺ നമ്പർ നോക്കി. ഇനിയുള്ള സാധനം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോൺ ആസ് യൂണിഫോം ക്രോസ് ഓവർ. ഇപ്പോൾ യൂണിഫോം ക്രോസ് ഓവർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മൾട്ടി പോയിൻറ്റ് ക്രോസ് ഓവറിൻ്റെ തന്നെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയ വേർഷനാണ്. അപ്പോൾ ഇതിൽ അഗെയിൻ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ക്രോസ് ഓവർ പോയിൻറ്റ്സും ഉണ്ട്, COP എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് യു ഓൾസോ ഹാവ് ക്രോസ് ഓവർ മാസ്ക് COM. ഓക്കെ. നൗ വാട്ട് വിൽ ഡു ഇസ് ദാറ്റ്, ഫസ്റ്റത്തെ ക്രോസ് ഓവർ പോയിൻറ്റ്സിൽ നമ്മൾ ചെയ്യുന്നത്, യു ചെക്ക് ദ ലെങ്ത് ഓഫ് യുവർ ക്രോമസോം. ക്രോമസോം ലെങ്ത്തിനെ ഞാൻ L എന്ന് വിളിക്കുകയാണെങ്കിൽ യുവർ L is equal to 8. സോ യുവർ L/2 എന്ന് പറയുന്നത് 8/2 ആയിരിക്കും, വിച്ച് ഇസ് 4. ഈ 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 4 നമ്പർ ഓഫ് ക്രോസ് ഓവർ പോയിൻറ്റ്സ് ഉണ്ടാവുന്നതാണ്. സോ ഇത് ഇവിടെ 4 സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. സോറി. ഓക്കെ. സോ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നു? ഏതൊക്കെ പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടോ അവിടെ parent 1 and 2 bits gets interchanged. സോ പാരൻറ്റ് 1 നോക്കിയിട്ട് തന്നെയാണ് ചൈൽഡ് 1 എഴുതിയിരിക്കുന്നത്, നോക്കോളൂ. പറ്റുന്ന അവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്രോസ് ഓവർ മാസ്ക് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, അത് റാൻഡംലി ജനറേറ്റ് ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു ക്രോമസോം ലെങ്ത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചൈൽഡിന് വേണ്ടിയിട്ടുള്ള 2 റൂൾസ് പറയുമ്പം ശ്രദ്ധിക്കുക. ക്രോസ് ഓവർ മാസ്കിൻ്റെ കേസിൽ നമുക്ക് ഈ തന്ന 2 പാരൻറ്റ് ക്രോമസോമിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുക, L. ഓക്കെ.
ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ ക്രോസ് ഓവർ മാസ്കിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഈ പാരൻറ്റ് ക്രോമസോംസിൻ്റെ ലെങ്ത്തുമായിട്ട് മാൻഡേറ്ററിലി ഈക്വൽ ആയിരിക്കണം. അതായത് ഈ പാരൻ 1 പാരൻ 2 എന്ന് എഴുതുന്നത് നമ്മളിപ്പോൾ 8 ബിറ്റ് ആണെങ്കിൽ ക്രോസ് ഓവർ മാസ്ക് ഷുഡ് ഓൾസോ ബി 8 ബിറ്റ്. ഈ 4 ക്രോസ് ഓവർ തന്നെയാണ് മെയിൻലി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത്. പിന്നെ അതാണ് 1 ഡയമെൻഷനിൽ വന്നു. അഞ്ചാമത്തെയാണ് ഈ മെട്രിക്സ് ക്രോസ് ഓവർ. വളരെ റെയർ സിറ്റുവേഷൻസിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. സോ ഡയഗ്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ മെട്രിക്സ് ക്രോസ് ഓവറിനെ ഗ്രാഫിക്കലി ഭംഗിയായിട്ട് കാണിക്കാൻ വേണ്ടി ഈ ടൂൾ ഉപയോഗിച്ചു മാത്രം. സോ മെട്രിക്സ് ക്രോസ് ഓവറിൻ്റെ കേസിൽ നമ്മൾ 2 ഡയമെൻഷനിൽ ആയതുകൊണ്ട് you represent parent 1 and parent 2 in this manner, and this is after the Holy Ceremony. സെലക്ഷൻ ഓഫ് ക്രോസ് ഓവർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ക്രോസ് ഓവർ റേറ്റിന് പ്രത്യേകിച്ച് അതൊരു യൂസർ ഡിഫൈൻഡ് ആണത് പ്യുവർലി. അപ്പോൾ അക്കോർഡിംഗ്ലി യു മേ സെലക്ട്. അപ്പോൾ ക്രോസ് സൈറ്റ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ സെലക്ഷൻ ഓഫ് ക്രോസ് ഓവർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി യൂസർ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.